ഇന്ത്യ ഉടൻ ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാകുമെന്നും എല്ലാവർക്കും തുല്യ പരിഗണന എന്നതാണ് സർക്കാർ നയമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഭവനരഹിതരായ ലക്ഷങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. ഇന്റേൺഷിപ്പ് പദ്ധതി നിരവധി യുവാക്കൾക്ക് ഉപകാരമായെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. PM കിസാൻ പദ്ധതിയും ആയുഷ്മാൻ ഭാരത് പദ്ധതികളും വലിയ ചുവടുവയ്പായെന്നും രാഷ്ട്രപതി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ ശരിയായ നിലപാട് കൈക്കൊള്ളുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടി. വന്ദേ ഭാരത് ഉൾപ്പെടെ പുതിയ മോഡൽ ട്രെയിനുകൾ റെയിൽവേ വികസനത്തിൽ നിർണായകമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമം മുൻനിർത്തിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി. 3 ഇരട്ടി വേഗത്തിലാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. നികുതി ഭാരം കുറയ്ക്കാനുള്ള നടപടികൾ അടക്കം സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. വനിതാ ശാക്തീകരണത്തിനാണ് വനിതാ സംവരണ ബില്ല്. ബഹിരാകാശ രംഗത്തടക്കം രാജ്യം നിർണായക നേട്ടങ്ങൾ കൈവരിച്ചു. AI സാങ്കേതിക വിദ്യയിലും നമ്മൾ മുൻപന്തിയിലാണ്. ഖേലോ ഇന്ത്യ കായിക മേഖലയ്ക്ക് പുതിയ ഉണർവേകി. വഖഫ് ഭേദഗതി ബിൽ പുരോഗമനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. GSTയും ഡിജിറ്റൽ ഇടപാടുകളും പണവിനിമയ നിരക്ക് കൂട്ടി. സൈബർ സുരക്ഷാ ഇൻഡെക്സിൽ രാജ്യം മുന്നിലാണ്. റെയിൽവേ വിമാന സർവീസുകളുടെയും വിമാനത്താവളങ്ങളുടെയും എണ്ണം ഇരട്ടിയാക്കി. മെട്രോ നെറ്റ്വർക്കിൽ ഇന്ത്യ 3ാമതാണ്. ഭരണഘടനാ സംരക്ഷണം സർക്കാരിന്റെ പ്രഥമ ദൗത്യമാണെന്നും ദ്രൗപദി മുർമു കൂട്ടിച്ചേർത്തു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച രാഷ്ട്രപതി കുംഭമേളയിൽ മരിച്ചവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വരുന്ന സാമ്പത്തിക വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിച്ചു.